19 സങ്കീർത്തനം 12, 13, 14 വാക്യങ്ങൾ വായിക്കാം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനും ആയിരിക്കും. മഹാപാതരഹിതനുമായിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം വായിച്ചത്. ഈ സങ്കീർത്തനത്തെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാം. 1 സങ്കീർത്തനം മുതൽ 6 സങ്കീർത്തനം വരെ ഒരു ഭാഗമായി, 7 സങ്കീർത്തനം മുതൽ 11 സങ്കീർത്തനം വരെ വാക്യങ്ങളാണ്, അധ്യായങ്ങളല്ല, സങ്കീർത്തന വാക്യങ്ങൾ. ആമേൻ. ഒരു ഭാഗമായി അതിൻ്റെ 12 വാക്യം മുതൽ 14 വാക്യം വരെ ഒരു ഭാഗമായി 3 പോർഷനുകളായി ഈ വാക്യത്തെ നമുക്ക് തിരിക്കാം. 1 പോർഷനിൽ ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുന്ന, ദൈവത്തിൻ്റെ വിശ്വസ്തതകളെ വർണ്ണിക്കുന്ന, ദൈവത്തിൻ്റെ കരുതലുകളെ വർണ്ണിക്കുന്ന ഒരു ഭാഗമാണ് 1 ഭാഗം. 2 ഭാഗമെന്ന് പറയുന്നത് ദൈവവചനം നമുക്കെന്താകുന്നു, ദൈവവചനത്തിൽ കൂടെയുള്ള വിടുതൽ എന്താകുന്നു, ദൈവവചനം ഒരു ക്രിസ്തീയ ദൈവ പൈതലിന് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയുന്ന ഭാഗമാണ് 2 പോർഷൻ. 3 പോർഷൻ എന്ന് പറയുന്നത് നാം വായിച്ചത് 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു നീതിമാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരാമയം പറയാമോ? നീതിമാന്റെ അനുഗ്രഹങ്ങൾ. 5 വിധ അനുഗ്രഹങ്ങൾ ആ വാക്യത്തിൽ കിടപ്പുണ്ട്. 1, 2 അനുഗ്രഹമല്ല, 5 വിധ അനുഗ്രഹങ്ങൾ. ദൈവം അനുവദിച്ചാൽ ആ 5 വിധ അനുഗ്രഹങ്ങൾ ഞാനൊന്ന് തൊട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. എന്നെ ഇന്ന് രാവിലെ ഈ പുസ്തകം വായിച്ചപ്പോൾ ഏറെ ആകർഷിക്കപ്പെട്ട, എന്നെ ഒത്തിരി ചൈതന്യപ്പെടുത്തിയ, ബലപ്പെടുത്തിയ ഒരു പുസ്തകമാണ് 19 സങ്കീർത്തനം. 1 വാക്യത്തിൽ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുപൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് എഴുതുകയാണ്. രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. എന്താണ് അറിവ് കൊടുക്കുന്നത്? ഒരു പകല് വരുന്നുണ്ട്. പകൽ പകലിന് അറിവ് കൊടുക്കുന്നു. ഒരു രാത്രി വരുന്നുണ്ട്. പകലിന് അറിവ് കൊടുക്കുന്നു. ഒരു ഇരുണ്ട അവസ്ഥ കടന്നു വരുന്നു. പക്ഷേ ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുമ്പോൾ അവിടെ അവനൊരു സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അപ്പോൾ പ്രകൃതിയെ വർണ്ണിക്കുന്ന ഒരു ഭാഗം 1 പോർഷനിൽ കാണുമ്പോൾ, 2 പോർഷനിൽ പറയുകയാണ് വചനം നമുക്കെന്താണ്. ഒരു ക്രിസ്തീയ ദൈവ പൈതലായ നമുക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ തിരുവചനം, ഈ പുസ്തകം നമുക്കെന്താണ്? ഈ പുസ്തകം കൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ പുസ്തകം നമുക്ക് എങ്ങനെയാണ് നമ്മളിൽ ക്രിയ ചെയ്യുന്നത്? അത് 2 ഭാഗം കാണുകയാണ്. എല്ലാം ഒന്നും എടുത്ത് വായിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആ ബൈബിളിൽ നോക്കാമെങ്കിൽ ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് പറഞ്ഞു തരാം. വായിക്കേണ്ട 7 വാക്യത്തിൽ ദൈവവചനം തികവുള്ളതാണ്. അത് പ്രസംഗിക്കാനുള്ള ഭാഗമല്ല. എനിക്ക് 5 വിധ നീതിമാന്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് രാവിലെ ആഗ്രഹിക്കുന്നത്. എങ്കിലും ആ ഭാഗം കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദൈവവചനം നമുക്ക് എന്താണ്
എന്നതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അറിവ് കിട്ടാൻ വേണ്ടി വാക്യത്തിൽ തന്നെ പറക്കിയെടുത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ പുസ്തകം നമുക്ക് 7-ാം വാക്യത്തിൽ പറയുക തികവുള്ളതാണ്. എന്താണ്? തികവുള്ളതാണ്. ആ 7-ാം വാക്യത്തിൽ പറയുക പ്രാണനെ തണുപ്പിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മെ എന്ത് ചെയ്യുന്നതാണ്? തണുപ്പിക്കുന്നതാണ്. 7-ാം വാക്യത്തിൽ തന്നെ പറയുന്നു സാക്ഷ്യം വിശ്വാസ്യമാകുന്നു. അപ്പോൾ ഈ വചനം എന്താണ്? വിശ്വാസ്യമാണ്, വിശ്വസിക്കാൻ പറ്റിയതാണ്. 7-ാം വാക്യത്തിൽ പറയുന്നു അത് ജ്ഞാനിയാക്കുന്നു, അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. അപ്പോൾ ഈ തിരുവചനം നമ്മളെ എന്തോ ആക്കും? ജ്ഞാനിയാക്കും. ഒരു സ്തോത്രം പറഞ്ഞേ. ഈ പുസ്തകം നമ്മളെ ആരാക്കും? ഒരാമയം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യുക. ഒരാമയം പറയാൻ പറ്റുമെങ്കിൽ സ്തോത്രം ചെയ്യുക. എനിക്കൊരു സഹോദരനറിയാം, 10-ാം ക്ലാസ് പോലും പാസ്സാകാതെ ആമൻ 2 പ്രാവശ്യം എഴുതി. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം 2 പ്രാവശ്യം എഴുതി. അദ്ദേഹം പാസ്സായില്ല, 2 പ്രാവശ്യവും തോറ്റുപോയി. അതിനുശേഷം താൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാൻ പോയി. 3 വർഷം താൻ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു. ആ 3 വർഷത്തിൻ്റെ പഠനാനന്തരം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടിയല്ല അദ്ദേഹം പോയത്. അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഈ 10-ാം ക്ലാസ് എന്ത് ചെയ്യണം, ഒന്ന് ജയിക്കണം. ആമേൻ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് 1 വർഷം കൂടെ സർക്കാരിൻ്റെ കോഴ്സ് പഠിച്ചു. അവൻ ഉന്നത മാർക്കോടെ ജയിച്ചു. ജ്ഞാനം തരുന്ന ദൈവം ഇന്ന് പകൽ ആത്മാവി പറ, ജ്ഞാനം തരും. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ പുസ്തകം എന്ത് തരും? ജ്ഞാനം തരും. നമുക്ക് ദൈവം എന്ത് തരും? ജ്ഞാനം തരും. നമ്മുടെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കും, നമ്മുടെ ബുദ്ധിയെ വർദ്ധിപ്പിക്കും, കഴിവുകേടുകളെ നീക്കും, അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. ഈ പുസ്തകത്തിനകത്ത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജ്ഞാനത്തെ പിടിച്ചു കെട്ടുന്ന, മന്ദതയിടുന്ന, അസ്വസ്ഥത വരുത്തുന്ന, ഉറക്കം വരുത്തുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പൊരുതാൻ ഒറ്റ ഒരു ആയുധമേ ഉള്ളൂ, അത് വേദപുസ്തകമാണ്. മക്കൾ വേദപുസ്തകം വായിക്കുന്നെങ്കിൽ, നാം വേദപുസ്തകം വായിക്കുന്നെങ്കിൽ വേദപുസ്തകത്തിൻ്റെ മുമ്പിൽ ഒരു ശക്തിയും പിടിച്ചു നിൽക്കില്ല. പിശാചിൻ്റെ ആയുധങ്ങൾ പരാജയപ്പെടും. അത് ദൈവത്തിൻ്റെ വചനമാണ്. അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ്, അത് വിശ്വാസ്യമാണ്, അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്, അത് തികവുള്ളതാണ്. ഇന്ന് വക പ്രാണൻ ചൂടുപിടിച്ചിരിക്കുമ്പോൾ ആ ചൂടുപിടിച്ചിരിക്കുന്ന പ്രാണനെ വെള്ളം കോരിയൊഴിക്കുമ്പോൾ തണുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ തണുപ്പ് തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുമ്പോൾ എത്ര പേർക്ക് കരമടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയും? ഒരു ഇരുമ്പ് ആലയ്ക്കകത്ത് കിടന്ന് പഴുത്ത് കിടക്കുമ്പോൾ ആ ഇരുമ്പിനെ ഒരു കൊടില് കൊണ്ട് കുത്തിയെടുത്ത് അത് വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ മേൽ ഒരു ബക്കറ്റ് വെള്ളം കോരി ഒഴിക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടോടുകൂടെ ആ വെള്ളം നിമിത്തമായി ഇരുമ്പ് തണുക്കുന്നത് പോലെ, ഇരുണ്ട് കിടക്കുന്ന ചൂട് പിടിച്ച് കിടക്കുന്ന ഇരുമ്പിനെ തണുപ്പിക്കുന്നത് പോലെ നമ്മുടെ ഈ ചൂട് പിടിച്ച മനസ്സിനെ, നമ്മുടെ ചൂട് പിടിച്ച സാഹചര്യത്തെ ദൈവസന്നിധിയിൽ പുസ്തകം തുറന്നു വായിച്ച് മനസ്സിലാക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ അത് തണുപ്പിക്കുന്നതാണ്. തണുപ്പ് നമ്മുടെ ഹൃദയത്തിൽ തരും. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. ദൈവത്തിൻ്റെ വചനം തണുപ്പിക്കുന്നതാണ്. ആമേൻ. ആരെ തണുപ്പിക്കുന്നു? പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. പ്രാണനെ തണുപ്പിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം. 2024 സെപ്റ്റംബർ മാസം ആമേൻ. ഇന്ന് പകൽ 15-ാം തീയതി ഞാൻ ഇന്ന് രാവിലെ ആത്മാവെ പറയട്ടെ, നമ്മുടെ പ്രാണനെ തണുപ്പിക്കുവാൻ ഈ ലോകത്തിലെ ആർക്കും കഴിഞ്ഞില്ലെന്ന് വരാം. കൂടെയുള്ള ഭാര്യയ്ക്കോ ഭർത്താവിനോ മക്കൾക്കോ പാസ്റ്റർക്കോ കൂട്ടുവിശ്വാസികൾക്കോ നമ്മെ പഠിപ്പിച്ചവർക്കോ കൂട്ടുകാർക്കോ നമ്മുടെ പ്രാണനെ തണുപ്പിക്കുവാൻ പറ്റിയില്ലെന്ന് വരാം. ഒരു പക്ഷേ അവർക്കൊക്കെ പ്രാണനെ ചൂടുപിടിപ്പിക്കുക, ടെൻഷൻ കൊണ്ടുവരാം, ഭാരം കൊണ്ടുവരാം. പക്ഷെ നമ്മെ തണുപ്പിക്കുന്ന ഒരേ ഒരു ആയുധമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാ. ഇന്ന് പകൽ പ്രാണനെ തണുപ്പിക്കുന്ന വചനം നമ്മുടെ പക്കൽ ഉള്ളത് കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യുക. പ്രാണൻ തണുക്കട്ടെ. ഇന്ന് പകൽ ആരൊക്കെയോ ചൂടുപിടിച്ച്, ആരൊക്കെയോ ക്ഷീണിച്ച്, ആരൊക്കെയോ വിറങ്ങലിച്ച് പ്രാണൻ അസ്വസ്ഥപ്പെട്ടിനകത്തുണ്ട്. ഇന്ന് പകൽ വചനം അയച്ച് നിന്റെ പ്രാണനെ തണുപ്പിക്കുകയാ, നിന്റെ പ്രാണനെ തണുപ്പിക്കുകയാ. ഇന്ന് പകൽക്കാലം നിന്റെ പ്രാണന് അത് ജ്ഞാനം നൽകുകയാ, നിന്റെ അല്പബുദ്ധിയെ അത് ജ്ഞാനത്തിൽ കൊണ്ടുവരികയാ. അതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് പകൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുക 7-ാമത്തെ വാക്യത്തിൽ 19-ാം അധ്യായത്തിൽ പറയുകയാണ്, അത് അല്പബുദ്ധിയെ എന്ത് ചെയ്യുന്നതാണ്? ആമേൻ. എത്രയൊക്കെ സന്തോഷമുണ്ട്. അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്?
ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ തണുപ്പിക്കും. നിരാശപ്പെടേണ്ട, നമ്മുടെ പ്രാണൻ തണുത്ത് ഹല്ലേലൂയ ആശ്വാസം കണ്ടെത്തും ദൈവവചനത്തിൽ. ഹല്ലേലൂയ. എന്ന 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുകയാണ് അത് നേരുള്ളതാണ്. ഹല്ലേലൂയ. അതെന്താണ്? നമ്മുടെ കയ്യിലുള്ള ഈ പുസ്തകം എന്താണെന്ന് വെച്ചാൽ നേരുള്ളതാണ്. അടുത്തത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. 8-ാം വാക്യത്തിൽ ഹൃദയത്തെ അതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. ദൈവവചനം കേട്ട ആരും ആമേൻ നിരാശപ്പെട്ടു പോയിട്ടില്ല. ദൈവവചനം കേട്ട, ദൈവവചനം വായിച്ച ആരും അസ്വസ്ഥരായി മാറിയിട്ടില്ല, ഭയം വന്നിട്ടില്ല. ഹല്ലേലൂയ. സന്തോഷം, ആനന്ദം നമ്മെ ഉടുപ്പിക്കുന്നതാ ദൈവത്തിൻ്റെ വചനം. ആ ഭാഗം കൂടെ പോട്ടെ, ഞാൻ മറ്റൊരു ഭാഗത്തേക്ക് കയറണമല്ലോ. ആമേൻ. നമ്മുടെ ഹൃദയത്തെ ദൈവവചനം എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കും. അടുത്ത് പറയാണ് അത് നിർമ്മലമായതാണ്. ഒരാമേൻ പറഞ്ഞേ. ദൈവവചനം എന്താണ്? നിർമ്മലമായതാണ്. അടുത്തത് പറയുക, കണ്ണുകളെ അതെന്ത് ചെയ്യുന്നു? പ്രകാശിപ്പിക്കുന്ന. ഒരു സ്തോത്രം പറഞ്ഞേ, കരമുയർത്തി സ്തോത്രം പറഞ്ഞേ. ഈ വചനം നമ്മുടെ കണ്ണുകൾക്ക് എന്ത് നൽകും? പ്രകാശം നൽകും. ഇരുട്ടിനെ ദൈവം മാറ്റുമെന്ന്, അന്ധകാരത്തെ ദൈവം മാറ്റുമെന്ന്, നമുക്കൊരു പ്രകാശം ദൈവം നൽകുമെന്ന് അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യുക. കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം നമുക്കുള്ളതിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. എന്നാൽ 8-ാമത്തെ വാക്യത്തിൽ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നതാണെങ്കിൽ 9-ാം വാക്യത്തിൽ ഞാൻ കണ്ടു ആമേൻ അത് വിധികൾ സത്യമായവയാ. ഇതിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വിധികൾ എന്താണ്? അത് സത്യമാണ്. ഒരുമിച്ച് പറഞ്ഞ് അത് സത്യമാണ്, അത് സത്യമാണ്. എന്നാൽ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ ദൈവവചനം എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് തേനിലും തെൻകട്ടയിലും മധുരമുള്ളവ. കരമുയർത്തി സ്തോത്രം ചെയ്യുക. ഈ ദൈവവചനം നമ്മെ മധുരിപ്പിക്കുന്നതാണ്. എങ്ങനെ നമ്മളെ മധുരിപ്പിക്കുക? തേനെക്കാട്ടിലും മധുര, തേൻകട്ടകളെക്കാളും മധുര. ഇന്ന് പകൽ തേനും തേൻകട്ടേക്കാളും മധുരമുള്ള ദൈവവചനം നമുക്ക് ലഭിച്ചതിനാൽ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. തേനിലും തേൻകട്ടേക്കാളും അന്ന് മാധുര്യമേറിയ തിരുവചനം നമുക്ക് ലഭിച്ചതിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനം, 2-ാമത്തെ പോർഷൻ, ദൈവത്തിൻ്റെ വചനം നമുക്ക് എന്താകുന്നു എന്നാണ് എഴുതപ്പെട്ടതെങ്കിൽ 3-ാമത്തെ പോർഷൻ 12 മുതൽ അതിൻ്റെ 14 വരെയുള്ള 3 വാക്യങ്ങൾ, അവിടെയാണ് നമ്മൾ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. 3 വാക്യങ്ങൾ. ആ 3 വാക്യത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പദം ഞാൻ ഇങ്ങനെ ആവർത്തിക്കുക. ഒരു നീതിമാന്റെ അനുഗ്രഹങ്ങൾ. 5 അനുഗ്രഹങ്ങൾ. ഒരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന ആമേ പ്രിയപ്പെട്ടവർ, സഹോദരന്മാർ, മാതാക്കൾ, പിതാക്കൾ, സഹോദരിമാർ, നമ്മൾ ആരാണ്? ദൈവസന്നിധിയിൽ നീതിമാന്മാരാണ്. ഉറപ്പുണ്ടെങ്കിൽ സ്തോത്രം പറയണം. ഹല്ലേലൂയ. നമ്മൾ നീതിമാന്മാരാണ്. നമ്മൾ അനീതി കെട്ടവരല്ല, അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരല്ല, നമ്മൾ നീതിക്ക് നിൽക്കുന്നവരാണ്. ആമേൻ. നമ്മുടെ കർത്താവ് നീതിമാനാണ്. അതുകൊണ്ട് നാമും നീതിയിലാണ് വസിക്കുന്നത്. അങ്ങനെങ്കിൽ നീതിമാനായ നമുക്കുള്ള അനുഗ്രഹങ്ങളാണ് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. സമയം അധികം മുമ്പോട്ട് കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗത്തു നിന്ന് വാക്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. 12-ാമത്തെ വാക്യത്തിലാണ് 1-ാമത്തെ അനുഗ്രഹം കിടക്കുന്നത്. 12-ാമത്തെ വാക്യം വായിക്കാം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആർ? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ ഒരു മോചിപ്പിക്കണമേ. നീതിമാന്റെ 1-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ പോക്കി എന്നെ എന്ത് ചെയ്യണം? മോചിപ്പിക്കണമേ. അതൊരു പ്രാർത്ഥനയാ. ദാവീദിന്റെ ഒരു പ്രാർത്ഥനയാ. മോചിപ്പിക്കും എന്നല്ല എഴുതിയിരിക്കുന്നത്, മോചിപ്പിക്കണമേ. ആരോടോ ഭക്തൻ അപേക്ഷിക്കുകയാ, ചെയ്തു തരണേ. ഹല്ലേലൂയ. മോചിപ്പിക്കണമേ, എന്നെ വിടുവിക്കണമേ ഭക്തൻ പറയുകയാ. അങ്ങനെങ്കിൽ ദൈവത്തോട് ഭക്തൻ പറയുകയാ, ദാവീദ് പറയുകയാണ്, ആമേൻ, മറഞ്ഞിരിക്കുന്ന ആമേ തെറ്റുകൾ പോക്കി എന്നെ എന്ത് ചെയ്യണം? മോചിപ്പിക്കണമേ. ഞാൻ ഇന്ന് അനുഗ്രഹം ഇങ്ങനെ പറയാം. 1-ാമത്തെ നീതിമാന്റെ ദൈവസഭയിൽ ആരാധിക്കുന്ന നമ്മുടെ അനുഗ്രഹം 1-ാമത് എന്താണെന്നറിയാമോ? നമുക്ക് ദൈവം വെച്ചിരിക്കുന്ന അനുഗ്രഹം മറഞ്ഞിരിക്കുന്ന തെറ്റുകൾ പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഒരാമേൻ പറയണം. നമ്മുടെ ജീവിതത്തിൽ മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്. പണ്ടെങ്കോ ചെയ്ത തെറ്റുകൾ, പണ്ടെങ്കോ നമ്മൾ ആവർത്തിച്ച തെറ്റുകൾ, പറഞ്ഞ തെറ്റുകൾ. ഹല്ലേലൂയ. നമുക്കത് മറഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് ദൈവം നോക്കുമ്പോൾ അത് കാണുന്നുണ്ട്.
നമ്മളത് മറന്നു. വർഷങ്ങൾക്ക് മുമ്പേ, 10 വർഷങ്ങൾക്ക് മുമ്പേ, 5 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത പറഞ്ഞു പോയ, നോക്കിപ്പോയ, ആവർത്തിക്കപ്പെട്ട ചില തെറ്റുകളായിരിക്കാം. നമുക്ക് ടേസ്റ്റ് എന്ന് തോന്നിക്കാണും. പക്ഷെ ദൈവത്തിൻ്റെ മുമ്പിൽ അതെന്തായിരുന്നു? പാപമായിരുന്നു. മക്കളോട് പറഞ്ഞത്, അയൽവക്കക്കാരോട് പറഞ്ഞത്, കൂട്ടുകാരോട് പറഞ്ഞത്, നാട്ടുകാരോട് പറഞ്ഞത്, പള്ളിക്കാരോട് പറഞ്ഞത്, നോക്കുക, സ്വന്തം വീട്ടിൽ ഭാര്യയോട് പറഞ്ഞത്, ഭർത്താവിനോട് പറഞ്ഞത്, ആരും കാണാതെ പറഞ്ഞതും ചെയ്തതുമായ തെറ്റുകൾ മറയപ്പെട്ട് കിടക്കുമ്പോൾ ഒരു നീതിമാന്റെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് കാറ് വാങ്ങുന്നതല്ല, ഒന്നാമത്തെ അനുഗ്രഹം വീട് വെക്കുന്നതല്ല, ഒന്നാമത്തെ അനുഗ്രഹം യൂറോപ്പിൽ പോകുന്നതല്ല. ഒരു നീതിമാന്റെ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് മറഞ്ഞു കിടക്കുന്ന ചില പാപങ്ങൾ എൻ്റെ കർത്താവ് എന്നിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതാ. കാരണം വചനം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ കുറവുകളെ ശുദ്ധീകരിക്കുന്ന, മറഞ്ഞു കിടക്കുന്ന, ആരും കാണാതെ കിടക്കുന്ന കുറവുകൾ നാം പോലും അറിയാതെ, ഹല്ലേലൂയ, ഇന്ന് പകലത്തവർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും, നാം പോലും അറിയാതെ നമ്മളിൽ മറഞ്ഞു കിടന്ന പാപങ്ങളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ ഓർപ്പിച്ചല്ല പ്രിയരെ, നമ്മൾ അറിഞ്ഞില്ല, കർത്താവ് അത് ക്രിയ ചെയ്തു, ദൂതനെ ഇറക്കി ശുദ്ധീകരിച്ചു, അത് കഴുകി കളഞ്ഞു. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ ഒരു നീതിമാനായ എൻ്റെയും നിൻ്റെയും അനുഗ്രഹത്തിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഹല്ലേലൂയ, പട്ടിണി മാറുന്നതല്ല പ്രിയരെ, രോഗം മാറുന്നതല്ല പ്രിയരെ, ഹല്ലേലൂയ, സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്നതല്ല പ്രിയരെ, മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ നമ്മളിൽ നിന്ന് ശുദ്ധീകരിക്കുന്നതാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാവിലെ ഞാൻ പറയുന്ന ദൈവിക ദൂത്, നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു നീതിമാനെ സംബന്ധിച്ചിടത്തോളം അവൻ എങ്ങനെ അനുഗ്രഹിക്കപ്പെടണമെന്നുള്ളതാണ്. അങ്ങനെങ്കിൽ ഞാനും നീ അറിഞ്ഞില്ല, ദൈവം അത് കഴുകിയിട്ടുണ്ട്. ഇനി ആ വിഷയത്തിൽ ഭാരപ്പെടേണ്ട, ദൈവം അത് കഴുകിയിട്ടുണ്ട്, ദൈവം അത് കഴുകി കളഞ്ഞിട്ടുണ്ട്. ഇനി ആ പാപം നിന്റെ മേലില്ല. കർത്താവ് ക്രൂശിൽ കയറിയത് മറഞ്ഞു കിടന്ന പാപത്തെ കഴുകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഇനിയും പൂർവ്വകാലങ്ങളിൽ, പഴയ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തെ ഓർത്ത് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടേണ്ട. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. നമുക്കൊരു പേടിയില്ലേ, കർത്താവെ നിത്യ നഷ്ടപ്പെട്ടു, അന്ന് ഞാൻ അങ്ങനൊക്കെ എൻ്റെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ഞാനത് പറഞ്ഞു ചെയ്തു പോയി, കർത്താവെ അത് കണക്കിടുമോ, എൻ്റെ നിത്യത നഷ്ടപ്പെടുമോ? അത്രയ്ക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? ആമേൻ. അത് ഞാൻ പണ്ടെപ്പോഴോ ചെയ്തത്, കർത്താവിന് ഗീതമല്ലാത്തത്, കർത്താവ് നോക്കുമ്പോൾ എന്നെ കൊടും പാപിയായി മുദ്ര കുത്തത്തക്ക നിലയിൽ, ഹല്ലേലൂയ, ആമേൻ, പണ്ട് ഞാൻ മറന്നുപോയത് കർത്താവെ ഓർമ്മ വെച്ചാൽ നിത്യത നഷ്ടപ്പെടുമല്ലോ എന്ന ചിന്തയിൽ ആരെങ്കിലും ഇന്ന് രാവിലെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ ആത്മാവെ പറയാ, നീ നീതിമാനായ കാലത്ത് അത് കർത്താവ് കഴുകി. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നീ നീതിമാനായ കാലത്ത് അത് കർത്താവ് എന്ത് ചെയ്തു? കഴുകി. ഒരാമേൻ പറ. നീതിമാനായ കാലത്ത് കർത്താവ് അത് കഴുകി എന്ന് പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പാപമേറ്റു പറഞ്ഞ് വിശ്വാസിയായി ദൈവകൃപ പ്രാപിച്ച സമയത്ത് നമ്മൾ അറിഞ്ഞില്ല, ദൈവം അത് കഴുകിക്കളഞ്ഞു. ഇനി അതേ ഓർത്ത് എന്ത് ചെയ്യണ്ട, ഭാരപ്പെടേണ്ട. ഇത് ശക്തമായൊരു ദൂതാണ് എന്നോടും നിങ്ങളോടും. ദൈവത്തിൻ്റെ ആത്മാവ് സൂമിലും യൂട്യൂബിലും കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട്, ഇന്ന് പകൽക്കാലം ആലയത്തിരിക്കുന്ന സഹോദരന്മാരോട്, സഹോദരിമാരോട് ഞാൻ ആത്മാവിനും പ്രവചന ദൂത് പറയുകയാണ്. ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുന്നു, നീ രക്ഷിക്കപ്പെട്ട സമയത്ത്, നീ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച സമയത്ത് നീ അറിയാതെ കർത്താവ് അത് കഴുകി. ഈ പാപം ഇന്ന് നിന്റെ മെക്കടപ്പില്ല, അത് കഴുകിക്കളഞ്ഞു. സ്വത്രം പറഞ്ഞേ, അത് കഴുകിക്കളഞ്ഞു. ഒരു കറ കഴുകിക്കളയുന്നത് പോലെ യേശുവിൻ്റെ രക്തം കൊണ്ട് അതിനെ കഴുകിക്കളഞ്ഞു. നീതിമാന്റെ ഒന്നാമത്തെ അനുഗ്രഹം ഇതാ, പിടിച്ചോ, നിന്നെ ശുദ്ധീകരിച്ച അനുഗ്രഹം. ഹല്ലേലൂയ. കാരണം വേദപുസ്തകം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ. ഇന്ന് രാവിലെ സന്തോഷമുണ്ടോ? ഇന്ന് പകല് ഹല്ലേലൂയ. ആ വചനം എന്നെ വളരെ ആനന്ദിപ്പിച്ചു. ഇന്ന് രാവിലെ എന്നെ വളരെ ചൈതന്യപ്പെടുത്തി. ഞാൻ കർത്താവിന് നന്ദി പറഞ്ഞു. കർത്താവേ, മറഞ്ഞു കിടന്ന ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളിൽ ശുദ്ധീകരിച്ച ആ ഒന്നാമത്തെ അനുഗ്രഹത്തിന് ഒരവകാശിയായി എന്നെ കണ്ടല്ലോ എന്ന് സന്തോഷമുണ്ടെങ്കിൽ സ്തോത്രം പറ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ എപ്പോഴോ ചെയ്തു പോയ കുറ്റങ്ങൾ, കുറവുകൾ, അത് കർത്താവ് കണക്കെന്ത് ചെയ്യുന്നില്ല, വെക്കുന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ദൈവം അങ്ങനെ വലിയ ക്രൂരനൊന്നുമല്ല. ഹല്ലേലൂയ. ദൈവം ക്രൂരനൊന്നുമല്ല. മനുഷ്യരെല്ലാം പാപികളാണ്. എല്ലാവരും പാപം ചെയ്യും. ഞാൻ പാപം ചെയ്യും, നിങ്ങൾ പാപം ചെയ്യും, നിങ്ങൾ പാപം ചെയ്യും, എല്ലാവരും പാപം ചെയ്യും. കാരണം നമ്മൾ വസിക്കുന്നത് ഈ ജഡത്തിലാണ്, ഈ ശരീരത്തിലാണ്. പക്ഷേ നമ്മെ കഴുകുവാൻ കർത്താവുണ്ട്. പക്ഷെ ആവർത്തിക്കപ്പെടരുത്. ഒരു പാപം പിന്നെയും പിന്നെയും എന്ത് ചെയ്യരുത്, ആവർത്തിക്കപ്പെടരുത്. 1, 2, 3 പ്രാവശ്യമൊക്കെ കർത്താവ് കഴുകി കളയും. കാരണം എന്നെ കർത്താവിന് വേണം, നിങ്ങളെ കർത്താവിന് വേണം. അതുകൊണ്ട് കഴുകി കളയും. പക്ഷെ ആവർത്തിക്കപ്പെടുന്നെങ്കിൽ അത് കുറ്റമായി മാറും. അതുകൊണ്ട് ആത്മ പറയുകയാ, ആമേൻ, ഇന്നലകളിൽ മറഞ്ഞു കിടന്നത് കർത്താവ് നമ്മളിൽ ശുദ്ധീകരിച്ച ഒന്നാമത്തെ അനുഗ്രഹം. അതൊരു അനുഗ്രഹമല്ലേ? അല്ലേ? അതോ അനുഗ്രഹം എന്താണ്? ഹല്ലേലൂയ. എന്താ നമ്മുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ? നല്ല ചിക്കൻ ബിരിയാണി കിട്ടുന്നതാണ് അനുഗ്രഹം? ഹല്ലേലൂയ. ഓണത്തിനൊരു പുത്തൻ കോടി കിട്ടുന്നതാണ് അനുഗ്രഹം? അല്ല. നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് പുത്തൻ കോടി കിട്ടുന്നതും പൂക്കളം ഉണ്ടാക്കുന്നതൊന്നും അല്ല. ഹല്ലേലൂയ. നമ്മുടെ അനുഗ്രഹം എന്ന് പറയുന്നത് ഉപ്പേരി വറക്കുന്നതും ഹല്ലേലൂയ കളികടയ്ക്ക് ഉണ്ടാക്കുന്നതും അല്ല. നമ്മുടെ അനുഗ്രഹം നമ്മളിൽ എവിടെയോ മറഞ്ഞു കിടന്നത്. ഹല്ലേലൂയ. നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടല്ല, നമ്മൾ അറിയാതെ. ആ ദൈവത്തിൻ്റെ സ്നേഹം നോക്കിക്കേ. ഹൂടാരാവാൻ ആ പാപം കൊണ്ടുവന്ന് ആമെ കുറ്റപ്പെടുത്തിയിട്ടല്ല, ആമെ നമ്മളെ കുറ്റപ്പെടുത്താതെ അറിയാതെ കഴുകി നമ്മെ വിശുദ്ധരാക്കി മാറ്റി. ഇന്ന് പകൽ നീതിമാന്മാരായ ദൈവമക്കൾ കരമുയർത്തി സ്തോത്രം ചെയ്യ്. ഒന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ആമേൻ, നമ്മുടെ പാപങ്ങൾ, എങ്ങനെയുള്ള പാപങ്ങൾ? മറഞ്ഞു കിടന്നത് നമ്മളിൽ എന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ഇനി ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വറിയിടാവണ്ട. അതൊക്കെ സന്തോഷമുണ്ട്. ഇനി ആ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? ഭാരപ്പെടേണ്ട. കർത്താവ് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഏറ്റു പറഞ്ഞാൽ മതി. കർത്താവ് ബലഹീനതകൾ ആമേൻ ഉള്ള ദൈവമല്ല. ഏറ്റു പറഞ്ഞാൽ മതി, കർത്താവ് അത് ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ അനുഗ്രഹം മറഞ്ഞു കിടന്നത്, വെളിച്ചത്ത് വരാതെ കിടന്ന ചിലത് കർത്താവ് എന്ത് ചെയ്തു? നമ്മെ ശുദ്ധീകരിക്കും. രണ്ടാമത് 13-ാമത്തെ വാക്യമാണ്. ആമേൻ, വായിക്കാം. 13-ാമത്തെ വാക്യം. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കേണമേ, അവ എൻ്റെ മേൽ വാഴരുതേ. അടുത്ത വാക്യമാണ്, സ്വമേധ പാപങ്ങളിൽ നിന്നും അകറ്റി അനുഗ്രഹിക്കും. ശ്രദ്ധിച്ച് കേൾക്കണം, എന്നാലും മനസ്സിലാവും. ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? ഒരു നീതിമാന്റെ മറഞ്ഞു കിടക്കുന്ന പാപങ്ങൾ കഴുകി നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വായിക്കുകയാണ്, സ്വമേധാ പാപങ്ങളെ അകറ്റി നമ്മെ എന്ത് ചെയ്യുന്നു? കാക്കും. സ്വമേധാ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്വയമായി ചെയ്യുന്ന പാപങ്ങൾ, സ്വയമായി ചെയ്യുക, ഞാൻ തന്നെ ചെയ്യുന്ന പാപങ്ങൾ. ഉദാഹരണം, സംഖ്യാപുസ്തകത്തിലേക്ക് വന്നേ. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യം മുതൽ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. അവിടെ ഒരു മനുഷ്യൻ സ്വമേധ പാപം ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ആ മനുഷ്യൻ സ്വയം പാപം ചെയ്യുക. അവൻ ചിന്തിക്കുന്നത് പാപമൊന്നും അല്ലെന്നാ, പക്ഷേ അവൻ്റെ വാക്കുകൾ കൊണ്ട് അവൻ സ്വമേധ പാപം ചെയ്യുന്നു. ആരാണ്? വായിക്കേ 11-ാം വാക്യം. അപ്പോൾ മോശ. ആരാണപ്പോ? ആരാ സ്വമേധ പാപം ചെയ്യുന്ന ഇവിടെ? ഒന്ന് പറഞ്ഞേ. മോശ ആരാണ്? ഇസ്രായേലിൻ്റെ നടത്തിപ്പുകാരൻ, ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടവൻ. ഹല്ലേലൂയ. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു പുരോഹിതൻ, ഒരു ന്യായപാലകൻ, ഇസ്രായേൽ മക്കളുടെ പഴയ നിയമകാലത്ത് ജനത്തിൻ്റെ മധ്യസ്ഥൻ. ഈ വ്യക്തി സ്വമേധ ഒരു പാപം ചെയ്യുകയാണ്. ഇന്ന് രാവിലെ ദൈവാത്മാവ് ചില പാപങ്ങളെ കഴുകുക കേട്ടോ. സ്വമേധ പാപങ്ങൾ ഒരാൾ നിർബന്ധിച്ചല്ല, അറിയാതെയല്ല. അറിയാതെയുള്ള പാപം വേറെയാണ്. മറഞ്ഞു കിടന്ന പാപമല്ല, സ്വന്തമായിട്ട് തൻ്റെ വിചാരങ്ങൾ കൊണ്ടൊരു പാപം എന്ത് ചെയ്യുക, അതാണ് സ്വമേധ പാപം. ആ പാപം മോശ ചെയ്യുന്നത് എങ്ങനെയാണ്? നോക്ക്. അപ്പോൾ മോശ യഹോവയോട് പറഞ്ഞത്. ആരോടാ പറഞ്ഞേ? യഹോവയോടാ പറഞ്ഞേ. സ്വമേധ പാപം ആരോടാ ചെയ്തേ?
അയ്യോ നോക്കിക്കുക, മനുഷ്യരോടല്ല ചെയ്ത്, തൻ്റെ ഹാലലിയ സഹോദരിയായ മീകളിനോടല്ല, സഹോദരനായ അഹരോനോടല്ല, തന്നെ ഇസ്രായേൽ മക്കളോടല്ല, ഹല്ലേലൂയ മറ്റാരോടും യോശുവായോടോ കാലേബിനോടോ ഒന്നും അല്ല അവൻ ചെയ്ത പാപം. കൂട്ടുകാരോട് ചെയ്ത പാപം അല്ല, അവൻ യഹോവയോടാണ് പാപം ചെയ്യുന്നത്. സ്തോത്രം. നമ്മുടെ ചില വാക്കുകൾ ദൈവത്തിന് ഗീതമല്ല. ഇന്നത്തെ മെസ്സേജ് അങ്ങനെയാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ വാക്കുകൾ പോലും ദൈവത്തിന് ഇഷ്ടമല്ലെങ്കിൽ നാം ദൈവത്തോട് എന്ത് ചെയ്യുകയാണ്? പാപം ചെയ്യുകയാണ്. ഇതെന്തൊരു ജീവിതമാണ്, നശിച്ച ജീവിതം എന്ന് പറയുന്നതും ദൈവസന്നിധി പാപമാണ്. അത് ദൈവത്തോടാണ് ചോദ്യം ചെയ്യുക. കാരണം നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത് ആരാണ്? ദൈവമാണ്. നമുക്ക് തരുന്ന ആഹാരങ്ങളും വസ്ത്രങ്ങളും ആരോഗ്യവും ബലവും എല്ലാം നമുക്ക് നൽകുന്നത് ആരാണ്? ദൈവമാണ്. അപ്പോൾ എന്തൊരു ജീവിതമെന്ന് ചോദിക്കുമ്പോൾ ആർക്കാണിത് ബുദ്ധിമുട്ട് തോന്നുന്നത്? ആർക്കാണിത് വേദന തോന്നുന്നത്? നമ്മുടെ ദൈവത്തിനാണ്. അപ്പോൾ ദൈവത്തോട് പാപം ചെയ്യരുത്. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, മനുഷ്യരോട് പാപം ചെയ്താൽ മനുഷ്യൻ എന്ത് ചെയ്യും? പൊറുക്കും. പക്ഷെ പരിശുദ്ധാത്മാവോട് പാപം ചെയ്താൽ ദൈവം പൊറുക്കില്ല. ആമേൻ. ദൈവത്തോട് പാപം ചെയ്താൽ ദൈവം ക്ഷമിക്കില്ല. പക്ഷെ ഇവിടെ മോശ സ്വമേധ ഒരു പാപം ചെയ്യുക. ചെയ്തത് തൻ്റെ പ്രവർത്തികളോടല്ല, തന്നോടല്ല പാപം ചെയ്തേ. ആമേൻ. മനുഷ്യരോടല്ല പാപം ചെയ്തേ, ദൈവത്തോട് പാപം ചെയ്യുക. എന്താണ് പാപം? എന്താണ്? നീ അടിയനെ വലച്ചത് എന്ത്? ദൈവത്തോട് ചോദിക്കുക. ഇസ്രായേൽ ജനത്തെ മരുഭൂമി കൂടെ കൊണ്ടുവന്ന് ഒരു വഴിയായപ്പോൾ ദൈവത്തിന് ഈ ഇസ്രായേൽ ജനത്തിൻ്റെ പിറുപിറുപ്പും അവരുടെ ബഹളവും അവരുടെ പിന്മാറ്റവും ഒക്കെ കണ്ടപ്പോൾ ഈ മോശ മടുത്തു. ചില സമയമാകുമ്പോൾ എന്ത് ചെയ്യും? മടുക്കും. സ്തോത്രം. ഇപ്പം മടുത്തു. മനുഷ്യൻ മടുക്കുന്ന സ്വഭാവം. 6 ലക്ഷത്തിൽ പരം കാലാളുകളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് മരുഭൂമി കൂടെ ഒരു ഘോഷയാത്ര പോലെ കൊണ്ടുപോകുമ്പോൾ ചെങ്കടൽ പിളർന്ന് അവർക്ക് വഴിയൊരുക്കി കൊടുത്ത് പകലും മേഘസ്തംഭം ഇങ്ങനെ തലയ്ക്ക് മീതെ കൊട പിടിച്ച് നിൽക്കുകയാണ്, രാത്രി അഗ്നിസ്തംഭം നിൽക്കുകയാണ്. അവിടെ ട്യൂബോ അല്ലെങ്കിൽ മറ്റ് മെൽക്കുറിയോ ഒന്നും അവിടെ ഇല്ല. അവിടെ ഈ മേഘസ്തംഭം രാത്രിയിൽ അഗ്നിസ്തംഭം പോലെ നിൽക്കുന്നു പറഞ്ഞാൽ ഈ ലക്ഷക്കണക്കിന് ജനത്തിൻ്റെ കൂടാരത്തിനകത്ത് അവരുടെ നടപ്പാതയ്ക്കകത്ത് വെട്ടം കിട്ടത്തക്ക നിലയിൽ വെളിച്ചത്തോടുകൂടെ ദൈവം ഇങ്ങനെ കൊണ്ടുപോകുകയാണ്. ഇത്ര മനോഹരമായ ഒരു യാത്ര മുമ്പോട്ട് പോകുമ്പോൾ അനുഭവിക്കുന്ന ആ സാഹചര്യത്തിൽ മോശ ദൈവത്തോട് ജനത്തിൻ്റെ പിറുപിറുപ്പും ബലഹീന നിമിത്തം മടുത്തിട്ട് ഭക്തൻ പറയുകയാണ്, നീ അടിയനെ വലച്ചത് എന്ത്? ദൈവത്തോടാ ചോദിക്കുന്നേ, മനുഷ്യരോടല്ല ചോദിക്കുന്നേ. മിസ്രയീമിൽ അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ മുൾപ്പടർപ്പിൻ്റെ അകത്ത് വെളിപ്പെട്ട ദൈവത്തിൻ്റെ തീ കത്തുന്നുണ്ട്, മുള്ള് കത്തുന്നില്ല. എന്തെന്ന് കാണാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ നീ ചവിട്ടിരിക്കുന്ന സ്ഥലം വിശുദ്ധമാകിയ കാലിലെ ചെരുപ്പ് അഴിച്ചു കളക എന്ന് പറഞ്ഞു മോശയെ വേർതിരിച്ചിട്ട് അവനൊരു പുതിയ ദൗത്യത്തിന് വേണ്ടി അടുത്ത 40 വർഷത്തേക്ക് മോശയെ ശുശ്രൂഷ പരമേൽപ്പിക്കപ്പെട്ട ദൈവത്തോട് മോശ ചോദിക്കുകയാ, ഹല്ലേലൂയ, ഈ ജനത്തെ തന്നതിന് നന്ദി, കർത്താവിനെ ഈ ശുശ്രൂഷ ഏൽപ്പിച്ചതിന് നന്ദി എന്നല്ല അവിടെ പറയുന്നേ. മോശ ദൈവത്തോട് പറയുകയാ, ആ വാക്ക് കേട്ടോ, നീ എന്നെ വലച്ചതെന്തിന്? ഒരു ശുശ്രൂഷ മോശയുടെ കൈമാറിയപ്പോൾ ശുശ്രൂഷയ്ക്ക് അനന്തരമുണ്ടായ പീഡകളും വേദനകളും നിരാശകളും പിറുപിറുപ്പുകളും ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചപ്പോൾ ഒരു ഭക്തൻ ഹൃദയം പൊട്ടി പറയുകയാ, നീ എന്നെ വലച്ചതെന്തിന്? അത് സ്വമേധ പാപമാ. ദൈവത്തോട് ചോദിക്കരുത് എന്നെ വലച്ചതെന്തിന്, എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന എന്തിന്? അത് സ്വമേധ പാപമാ. ദൈവം അത് ക്ഷമിക്കില്ല. എന്നാൽ ഇന്ന് പക ശ്രദ്ധിക്കണം, ഒരു നീതിമാന്റെ അനുഗ്രഹത്തിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹമാണ് സ്വമേധ പാപങ്ങളെ ക്രിസ്തു ക്രൂശിൽ കഴുകിക്കളഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ക്വസ്റ്റ്യൻ ചെയ്തത് ക്രൂശിൽ കഴുകിക്കളഞ്ഞു. അവൻ നമ്മെ ശുദ്ധീകരിച്ചു. കരമുയർത്തി സ്തോത്രം ചെയ്യുക. മോശയുടെ സ്വമേധ പാപമാണ് ഒന്ന്, നീ എന്നെ വലച്ചത് എന്ത്? ചിലപ്പോഴൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, കർത്താവേ നീ എന്നെ എന്തിനാണ്? ചിലപ്പോൾ വലച്ചത് എന്തെന്ന് ചോദിച്ചില്ലെങ്കിലും അനുബന്ധമായ ചില വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ അതെ, നീ എന്നെ എന്തിനാ പരീക്ഷിക്കുന്നത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ജീവനോടെ വെച്ചിരിക്കുന്നത്? നീ എന്തിനാ എനിക്കിങ്ങനൊരു കുടുംബം തന്നേ, ഇങ്ങനൊരു ഭർത്താവിനെ തന്നേ, ഇങ്ങനൊരു ഭാര്യയെ തന്നേ, എന്തിനാ ഇങ്ങനൊരു മക്കളെ തന്നേ? ചില സാഹചര്യങ്ങളൊക്കെ നമ്മളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ തമ്പുരാൻ്റെ മുമ്പിൽ എന്താണ്? സ്വമേധ പാപമാണ്. ഹല്ലേലൂയ.
ഈ വചനം നിങ്ങൾ കേൾക്കണം പ്രിയരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, ജോലിയിൽ പ്രയാസം വരുമ്പോൾ, ഹല്ലേലൂയ, അമ്മ എന്തിനാ എന്നെ ഇങ്ങനിട്ട് വലയ്ക്കുന്നെന്ന് ദൈവത്തോട് എന്ത് ചെയ്യരുത്, ഇനി മേല ചോദിക്കരുത്. ഹല്ലേലൂയ. ഇവിടെ സ്വമേധ മോശ എന്ത് ചെയ്യുക, ദൈവത്തോട് ചോദിക്കുക. ഇതിനകത്ത് ഇതൊക്കെ അനുഭവിക്കാൻ ഉള്ളതാണ് എന്ന് പറയുകയാണ്. ദൈവത്തോട് ചോദിക്കുക, നീ എന്നെ വലച്ചത് എന്ത്? നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സർവ്വജനത്തിന്റെ ഭാരം എന്റെ മേൽ വെച്ചത് എന്ത്? മോശ ചോദിക്കുക, നിനക്ക് എന്നോട് കൃപ തോന്നാതെ ഈ സകല ജനത്തിന്റെ ഭാരം എന്റെ മേൽ എന്തിനാ വെച്ച്? അടുത്തത്, മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്നത് പോലെ, ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു ധാത്രി എടുക്കുന്ന പോലെ ഞാൻ അവരെ, ഹല്ലേലൂയ, ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എടുക്കുന്ന പോലെ. ധാത്രി എന്ന തലത്തേക്ക് സ്ഥാനത്തെ കുറിച്ചല്ലേ പറയുന്നത്, വെല്ലുമ്മച്ചിയെ പറ്റിയാ പറയുന്നത്. ആമേൻ, ധാത്രി. ആമേൻ, നോക്കുക, വെല്ലുമ്മച്ചി എടുക്കുന്നത് പോലെ. അടുത്തത്, ഞാൻ അവരെ നീ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് എന്റെ മാറത്തെടുത്തുകൊണ്ട് പോകണമെന്ന് എന്നോട് കൽപ്പിപ്പാൻ ഈ ജനത്തെയൊക്കെയും ഞാൻ ഗർഭം ധരിച്ചുവോ? ഈ ജനത്തെയൊക്കെ ഞാൻ എന്ത് ചെയ്തു? മോശയോട് ദൈവം പറഞ്ഞു ഈ ജനത്തെ നയിക്കണമെന്ന്. എങ്ങനെ നയിക്കണമെന്നോ? ഇപ്പൊ കർത്താവ് എന്നോട് പറയുക, ഈ ഇരിക്കുന്ന ഇത്രയും പേരെ ഞാൻ നയിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാ നിങ്ങളെ എൻ്റെ കയ്യിൽ എന്ത് ചെയ്തത്, തന്നത്. ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞിട്ടാ തന്നത്. ഇത്രയും പേരെ എന്ത് ചെയ്യണം. അതുകൊണ്ടാണ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ മുട്ടുമുടക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഹല്ലേലൂയ. കാരണം നിങ്ങളെക്കുറിച്ചൊരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. നിങ്ങളൊരാൾ പിന്മാറിപ്പോയാൽ ഞാൻ സ്വർഗീയ കോടതിയിൽ എന്ത് ചെയ്യണം, കണക്ക് പറയണം. സ്തോത്രം. നിങ്ങളൊരാൾ വഴിതെറ്റിപ്പോയാൽ, വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ ഞാൻ എന്ത് ചെയ്യണം, കണക്ക് പറയണം. അതിന് വചനം മാത്രം ഞാൻ പറയുന്നത് പേടിയുള്ളത് കൊണ്ടാണ്. അനുഗ്രഹം ഇപ്പം കല്യാണം നടക്കും, വീടുണ്ടാകും, കൊച്ചിൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്തും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒരു ഉച്ചകോടി കൊണ്ട് നിർത്തിയിട്ട് അതൊന്നും നടന്നില്ലെങ്കിൽ നിങ്ങൾ പിന്മാറിപ്പോവും. പക്ഷെ നിങ്ങൾ വചനത്തിനകത്ത് ഉറച്ചു നിന്നാൽ ഏത് കഷ്ടത വന്നാലും നിങ്ങൾ എന്ത് ചെയ്യത്തില്ല. അപ്പോൾ അതിനെന്ത് വേണം? വചനം. എടാ, പൗലോസിനോട് പറഞ്ഞില്ലേ, പൗലോസ് ദൈവത്തോട് ചോദിച്ചില്ലേ, എൻ്റെ കൃപ നിനക്ക്, അല്ല എൻ്റെ ശൂലം ഒന്ന് മാറ്റി തരണം. കർത്താവ് എന്തോ പറഞ്ഞേ? ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ പൗലോസ് കർത്താവിൻ്റെ അടുക്ക, എന്നെ നോക്ക്, ചെറിയ പ്രശ്നം വന്നപ്പോൾ പൗലോസ് കർത്താവിൻ്റെ അടുക്ക പറയുക, ഈ ശൂലം ഒന്ന് മാറ്റിത്തരണമെന്ന്. കർത്താവ് പറഞ്ഞു, എടാ കുഞ്ഞെ, എൻ്റെ കൃപ നിനക്ക്. കർത്താവ് അവിടെ ഇറങ്ങി വന്ന് രോഗസൗഖ്യം നടത്തിയില്ല, അവിടെ ഹീലിംഗ് ശുശ്രൂഷ നടത്തിയില്ല. ഹല്ലേലൂയ. കൈവച്ചിട്ട് ബോസാത്താൻ എന്ന് പറഞ്ഞ് രോഗസൗഖ്യമായില്ല. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനത തികഞ്ഞു വരുന്നു. ഈ കൃപ പ്രാപിച്ച പൗലോസ് റോമാലേഖനത്തിൽ പറയുക, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ എന്തും ഇങ്ങോട്ട് പോരട്ടെന്ന്. മനസ്സിലായോ വല്ലോ? ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ ഇത് താങ്ങാൻ വയ്യ കർത്താവേ എന്ന് പറഞ്ഞു പോയി മുട്ടുമടക്കിയ പൗലോസിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വന്നപ്പോൾ പൗലോസ് പറയുക, കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് പോരട്ടെ. ഇവയ്ക്കൊന്നും എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കണ്ട കൃപ പ്രാപിച്ചുള്ള മഹത്വം കണ്ടോ? കൃപ പ്രാപിച്ചുള്ള മഹത്വം കണ്ടോ? എന്തെങ്കിലും പ്രയാസം വരുമ്പോൾ പിന്മാറുന്നതല്ല കൃപ പ്രാപിച്ച. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, രോഗം മാറുന്നതല്ല ഗ്രേസ് സെൻറ്റർ ചർച്ചിലെ വിശ്വാസികളുടെ ലക്ഷ്യം കൃപ പ്രാപിക്കുക എന്നുള്ളതാ. അതിനെ തരണം ചെയ്യാനുള്ള ദൈവകൃപ. കാരണം ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാ. നമ്മുടെ ലക്ഷ്യം എന്താ? നിത്യതയാ. നമ്മുടെ ലക്ഷ്യം നിത്യതയാ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിലാണെന്ന് തോന്നുന്നു, ഞാനൊരു കന്യാസ്ത്രീയുടെ ഒരു സാക്ഷ്യം കേട്ടു. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും. അവർ നല്ല കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീയാണ്. അവൾ കന്യാസ്ത്രീയായിട്ട് പോകാനായിട്ട് തീരുമാനിച്ചു. അവൾ പറഞ്ഞത് ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, മീഡിയയിൽ വന്നതാണ്. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ഈ ഉടുപ്പിടുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ മനോഹരമായ വസ്ത്രങ്ങളുണ്ട്, എനിക്കത് ഇടാൻ പറ്റുമോ എന്ന് ഓർത്ത് ഞാൻ കരഞ്ഞു എന്ന്. അതിനവൾ എന്ത് ചെയ്തറിയാമോ?
ഒത്തിരി ഉടുപ്പുകൾ ഇട്ടിട്ടിട്ട് പെട്ടെന്ന് ഇട്ടിട്ട് നോക്കി. കമ്മലിടാൻ പറ്റുമോ എന്ന് എനിക്കിനി അറിയത്തില്ല. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. അതുകൊണ്ട് അവൾ പോയിട്ട് ഡയമണ്ട് വാങ്ങിച്ചോന്ന് ഇട്ടു. സ്തോത്രം. അവൾ നീന്തുന്നവളായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നീന്തുന്നവളായിരുന്നു. വെള്ളത്തിൽ എന്ത് ചെയ്യുമായിരുന്നു? നീന്തുമായിരുന്നു. അവൾക്ക് കന്യാസ്ത്രീ ആയി കഴിയുമ്പോൾ നീന്താൻ പറ്റുമെന്നൊക്കെ അറിയത്തില്ല. അവൾ എന്ത് ചെയ്തു? വെള്ളത്തിലിറങ്ങി മണിക്കൂറോളം നീന്തി. എന്നിട്ട് പറഞ്ഞൊരു പദമുണ്ട്, അത് പറയാനാ വന്നേ. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തു നിമിത്തം സകലതും വേണ്ടെന്ന് വെച്ചിട്ട് വേണം ഈ ജോലിയിലേക്ക് വരാൻ. വന്നിട്ട് പഴയ നീന്തൽ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. സ്തോത്ര. ഹല്ലേലൂയ. പഴയ ഡയമണ്ട് കാണുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പഴയ ഉടുപ്പ് കാണുമ്പോൾ അയ്യോ പണ്ട് എനിക്കും ഉണ്ടായിരുന്നു നിൽക്കരുത്. അവൾ പറഞ്ഞ്, കന്യാസ്ത്രീ പറഞ്ഞ പദമാ. ആ മദർ പറഞ്ഞതാണ്, കർത്താവിൻ്റെ മണവാട്ടിയാകുമ്പോൾ ഇതെല്ലാം കളയണം. എന്നിട്ട് ആ ഒരു പദം പറഞ്ഞു നിർത്തി. എന്നെ ഭയങ്കര മേല് കോരിത്തെരിപ്പിച്ചു. അവൾ പറഞ്ഞത് നമ്മുടെ ലക്ഷ്യം ഇതൊന്നുമല്ല, ഒരു നിത്യതയാണെന്ന്. ഹല്ലേലൂയ. നിത്യതയാണെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകണം നമ്മൾ. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതല്ല നമ്മുടെ വിഷയം. കൃപ നമ്മുടെ മേൽ വന്നാൽ നമുക്കിതൊന്നും നമ്മളെ തകർക്കില്ല, ഇതൊന്നും നമ്മെ ബാധിക്കില്ല, ഇതൊന്നും നമ്മെ തൊടത്തില്ല. കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മൾ എന്ത് വാങ്ങിക്കണം? കൃപ വാങ്ങിക്കണം. കൃപ വാങ്ങിക്കണം. 50,000 രൂപ സാലറി കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാർത്ഥന മുടക്കി വീട്ടിലിരിക്കുന്നതല്ല, ജോലി നഷ്ടപ്പെട്ടാലും കർത്താവിനോട് ആരാധിക്കുന്ന, അതാണ് ദൈവകൃപ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്യുക. ഞാൻ ആ ഭാഗത്ത് മടങ്ങി വരാം. അമ്മേ, മോശ ഇവിടെ പറയുകയാണ്, ഒരു ധാത്രി തൻ്റെ കുഞ്ഞിനെ വഹിക്കുന്നത്, എടുത്തുകൊണ്ട് ഓമനിക്കുന്നത് പോലെ ഞാൻ ഈ ജനത്തെ എന്ത് ചെയ്യണോ? ഗർഭം ധരിച്ചതോ. ഒരു ചോദ്യം കണ്ടോ? അപ്പോൾ ഇടയനും മക്കളും തമ്മിലുള്ളതായ ബന്ധം നോക്കിക്കേ. പ്രശ്നം വരുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ എന്ത് ചെയ്യണം? എടുത്തുകൊണ്ട് പോകണം. ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ മടിയിലിട്ട് താലോലിക്കുന്നത് പോലെ ആമെ താലോലിക്കണം. കാരണം മോശ പറയുകയാണ്, ഞാൻ ഇവരെ എന്ത് ചെയ്താ? പ്രസവിച്ചതാണോ ഞാൻ ഇത്ര റിസ്ക് എടുക്കാൻ? കണ്ടോ? ദൈവത്തോടാ ചോദിക്കുന്നേ. ദൈവം ഏൽപ്പിച്ച ജനത്തെക്കുറിച്ച് പരാതിപ്പെടുന്ന ഒരു സ്വമേധ പാപം ചെയ്യുന്ന മോശയെ കണ്ടോ? അടുത്ത വാക്യം വായിക്കുക, സമയം പോകുന്നുണ്ട്. ഞാൻ അവരെ പ്രസവിച്ചുവോ? മോശ ചോദിക്കുക, ഞാൻ എന്താ അവരെ പ്രസവിച്ചതാണോ? അടുത്തത്, ഈ ജനത്തിനൊക്കെയും കൊടുപ്പാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടും? ഈ ജനത്തിന് കൊടുക്കാൻ എനിക്ക് എവിടെ നിന്ന് ഇറച്ചി കിട്ടുന്നേ? നോക്കിക്കേ. അടുത്തത്, അവർ ഇതാ ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി തരിക എന്ന് എന്നോട് പറഞ്ഞു കരയുന്നു. അവരെന്ത് ചെയ്യുക? തിന്മാൻ ഇറച്ചി ചോദിച്ച് കരയുക. ഇറച്ചി ചോദിച്ച് കരയുമ്പോൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മോശ എൻ്റെ ദൈവമേ ഞാൻ എന്തോ ചെയ്യാനാ? ഹല്ലേലൂയ. പക്ഷെ ദൈവം എന്ത് ചെയ്തറിയാമോ? ഇറങ്ങി ആ പാളയത്തിലേക്ക് നോക്കി. നിങ്ങളുടെ പാളയത്തിലേക്ക് കർത്താവ് നോക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് കർത്താവ് നോക്കും. ശൂന്യതയുണ്ടെങ്കിൽ അറിയാത്ത വാതിൽ ദൈവം തുറക്കും. ഈ ആഴ്ച ദൈവം നിങ്ങൾക്ക് വേണ്ടി അറിയാത്തൊരു വാതിൽ ദൈവം തുറക്കും. ഇവിടെ ഇറച്ചിക്ക് വേണ്ടി മോശയുടെ മുമ്പിൽ പിറുപിറുക്കുന്ന ജനമാ. മോശ പിറുപിറുപ്പെല്ലാം കണ്ട് ദൈവത്തോട് ചോദിച്ചത് സ്വമേധ പാപമായി മാറി. എന്നാൽ ശ്രദ്ധിക്കണേ, മോശയുടെ ചോദ്യം ദൈവ സന്നിധിയിൽ എന്തായി മാറി? പാപമായി മാറി. മോശ സഹിക്കാൻ കഴിയാതെ ചോദിച്ചതാ, പക്ഷെ അതൊരു പാപമായി മാറി. പക്ഷെ ദൈവം തൻ്റെ പാപത്തെ കണക്കിടാതെ സ്വർഗത്തിൽ നിറങ്ങി പാളയത്തിലേക്ക് നോക്കിയപ്പോൾ സത്യമാ, 6 ലക്ഷത്തിൽ കാലാളുകൾക്ക് ഇറച്ചി കൊടുക്കാൻ പാളയത്തിൽ എന്തില്ല? ഇറച്ചിയില്ല. സത്യമാ. പക്ഷെ ദൈവം ആ പ്രോജക്റ്റ് അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. ദൈവം എന്ത് അറിയാമോ? കടലിൻ്റെ, എന്നെ ശ്രദ്ധിക്കണേ, കടലിൻ്റെ അടിത്തട്ടി കിടന്ന ലിവ്യാതാൻ്റെ തലയെ ദൈവം എന്ത് ചെയ്തു? വെട്ടി. കടലിൻ്റെ എവിടെ കിടന്നേ? പാളയത്തിലാണോ? ഹല്ലേലൂയ. എവിടെയെങ്കിലും പാത്രത്തിൽ കിടന്നാണോ? വെള്ളത്തിൽ കിടന്നാണോ? ഹല്ലേലൂയ. അല്ല, കടലിൻ്റെ അടിയിൽ. നമ്മൾ ആരെങ്കിലും കടലിൻ്റെ അടി കണ്ടിട്ടുണ്ടോ പ്രിയരെ? കടൽ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. കടൽ പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കടലിൻ്റെ അടിത്തട്ട് നമ്മൾ കണ്ടിട്ടില്ല. കടലിൻ്റെ സൈഡ് പോലും നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
ആമേ കരയ്ക്ക് നിന്ന് നോക്കിയതല്ലേ ഉള്ളൂ. പക്ഷെ കടലിൻ്റെ അടിത്തട്ടിൽ കിടന്ന ലിവ്യതാനെ കണ്ടൊരു ദൈവം അവിടെ ദൂത് പറയാ, നിന്റെ വീടിനകത്ത് ശൂന്യത വരുമ്പോൾ, നിന്റെ പാളയത്തിനകത്ത് ഇറച്ചിയില്ലാതെ വരുമ്പോൾ, തൻ്റെ നീതിമാന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് അറിയാത്ത വഴിയായിരിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞത്, യഹോഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്ത് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ശക്തമായി പറയാ, നിങ്ങളെ നാളെ മാനിക്കാനിരിക്കുന്നത് നിങ്ങൾ അളന്നു കുറിച്ചിട്ട നിലയിലല്ല, നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്ത നിലയിലല്ല, നിങ്ങൾ സ്വപ്നം കണ്ട നിലയിലല്ല. ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചിലതിനെ പൊക്കിയെടുത്തു നിനക്ക് വേണ്ടി തലയെ തകർത്ത് നിന്റെ വീടിന്റെ ഉമ്മരത്ത് കൊണ്ടുവന്ന് എത്തിപ്പിടിക്കത്തക്ക നിലയിൽ നിന്റെ കയ്യിൽ ചിലത് തരാൻ പോകുകയാണെന്ന്. ഇന്ന് പകൽ 2024 നിന്റെ തലമുറ ചിലതിനെ എത്തിപ്പിടിക്കാൻ പോകുകയാ. നിന്റെ കുടുംബം ചിലതിനെ എത്തിപ്പിടിക്കാൻ പോകുകയാ. ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ അടിത്തട്ടിൽ ഒതുക്കി വച്ചിട്ടുണ്ട്. അത് വെളിപ്പെടുന്ന സമയം അതിവിദൂരമല്ലെന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാ. ഒരു നീതിമാന്റെ അനുഗ്രഹമാണ് സ്വമേധ പാപങ്ങളെ മാറ്റി ശുദ്ധീകരിക്കുന്നത്. മോശ കണ്ടിട്ടില്ലാത്ത, അഹരോൻ കണ്ടിട്ടില്ലാത്ത, എനിക്ക് 5 വിഷയങ്ങളുണ്ട്. 5 വിഷയം സംസാരിക്കാൻ സമയമില്ല. ഞാൻ ഈ ദൂത് പറഞ്ഞ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. സന്തോഷമാണോ? ഹല്ലേലൂയ. മോശ കണ്ടിട്ടില്ലാത്ത, അഹരോൻ കണ്ടിട്ടില്ലാത്ത, ഹല്ലേലൂയ, 6 ലക്ഷത്തിൽ പരം കാലാളുകൾ കണ്ടിട്ടില്ലാത്ത ഒരു അനുഗ്രഹം ദൈവം എനിക്കും നിനക്കും വേണ്ടി കണ്ടു. അത് കിടക്കുന്നത് കടലിൻ്റെ അടിത്തട്ടിലാ. ഒരാമേൻ പറഞ്ഞുതരാം. എവിടെ കിടക്കുന്നത്? ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ദൂത് പറയട്ടെ. ആ ദൂത് ഏറ്റെടുക്കാമോ? നിങ്ങളിൽ ചില കുടുംബങ്ങളിൽ ചില മക്കൾക്ക് വേണ്ടി കടലിൻ്റെ അടിത്തട്ടിൽ ചിലത് കരുതി വച്ചിട്ടുണ്ട്. കടലിൻ്റെ അടിത്തട്ടിൽ ആരും കാണാതെ ചിലത് നിനക്ക് വേണ്ടി കരുതി വച്ചിട്ടുണ്ട്. ഇന്ന് വരെ നീയോ നിന്റെ കൊച്ചപ്പനോ മാവനോ മാവിയോ ആരും കണ്ടിട്ടില്ലാതെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുട്ടുമുടക്കും ദൈവദാസൻ കണ്ടിട്ടില്ല. നിന്റെ കൂടെ കിടന്നുറങ്ങുന്ന ഭാര്യയ്ക്കോ ഭർത്താവിനോ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. നീ പ്രസവിച്ചതിൻ്റെ മക്കൾക്കോ ജന്മം തന്ന അപ്പനോ കാണാതെ കഴിഞ്ഞിട്ടില്ല. ഇന്ന് പകൽ നിന്റെ മാനേജ്മെൻറ്റിനോ നിന്റെ ഓഫീസറിനോ അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ വിശ്വാസത്താൽ ഞാൻ ദൂത് കൈമാറാ. കടലിൻ്റെ അകത്തു നിന്ന്, കടലിൻ്റെ അക്കരയിൽ നിന്ന് ഒരനുഗ്രഹം നിന്റെ തലമുറയെ നോക്കി നിനക്ക് വേണ്ടി എൻ്റെ ദൈവം കരുതുന്നുണ്ട്. വിശ്വസിക്കുന്നെങ്കിൽ മാത്രം കരങ്ങളടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ചിലതിൻ്റെ തലയെ തകർക്കും ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വീടിന് വേണ്ടി ചില ശൂന്യതകൾ മാറ്റാ ദൈവം ചിലതിൻ്റെ തലയെ തകർക്കുമെന്ന് ദൈവാത്മാവ് ദൂത് പറയുകയാണ്. കടലിൻ്റെ അടിത്തട്ടിൽ നമുക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. സ്തോത്രം പറഞ്ഞോ. കടലിൻ്റെ അപ്പുറത്ത് ചിലത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് 1-ാം കടൽ മാത്രമല്ല, 7-ാം കടലും കടന്ന് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആമേൻ ചിലതിനെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. 1-ാം കടൽ കഴിയുമ്പം മിഡിൽ ഈസ്റ്റാണ്. പക്ഷേ 7-ാം കടൽ എന്ന് പറയുന്നത് യൂറോപ്പാണ്. ജീസസ്. ഇന്ന് രാവിലെ ആത്മാവി ഞാൻ പറയാം, ഇതിനെ പിടിച്ചോ. ഇതൊരു ദൈവിക ദൂതാണ്. നീതിമാന്റെ അനുഗ്രഹം 5 എണ്ണം ഇവിടെ കിടപ്പുണ്ട്. 2 എണ്ണോ ഞാൻ പറയുന്നേ. ഇന്ന് പകൽ നീ അറിയാതെ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന പാപത്തെ കർത്താവ് കഴുകിയത് 1-ാമത്തെ അനുഗ്രഹമാണെങ്കിൽ, 2-ാമത്തെ അനുഗ്രഹം നമ്മളിൽ വന്ന സ്വമേധ പാപത്തെ കഴുകുമ്പോൾ അറിയാത്ത വാതിലുകൾ നമുക്ക് വേണ്ടി തുറക്കും, അറിയാത്ത വഴികൾ നമുക്ക് വേണ്ടി തുറക്കും. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. ഇന്ന് പകൽക്കാല ചില ലിവ്യാതാൻ്റെ തല തകരാൻ പോകുകയാ. ഈ ആഴ്ച ദൈവം ചിലത് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്.
നിന്റെ അക്കൗണ്ടിൽ അത് വരും. നിനക്ക് വേണ്ടി ചില എഴുന്നേൽപ്പിക്കോ. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം പരിപാലിക്കോ. നിന്റെ വാഹനത്തെ ദൈവം സൂക്ഷിക്കോ. നിന്റെ കുടുംബത്തെ ദൈവം കരുതോ. നിനക്ക് വേണ്ടതെല്ലാം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. നീ ഒരു നീതിമാനാണെങ്കിൽ പാപം കഴുകുക മാത്രമല്ല, നാളേക്ക് വേണ്ടതൂടെ കർത്താവ് കരുതിയിട്ടുണ്ട്. ലിവ്യതാന്റെ തലയെ തകർക്കുന്ന ദൈവം ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ട്. ലിവ്യതാന്റെ തലയെ തകർക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ പാളയത്തിനകത്ത് ഇറച്ചി തരാ, കാടപ്പക്ഷിയെ തരാ. ലിവ്യതാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷിയെ കൊടുത്ത ദൈവം നിനക്ക് വേണ്ടി ഈ ആഴ്ച ചിലത്തിന്റെ തലയെ തകർത്ത് ദൈവത്തിന്റെ പദ്ധതി നിങ്ങളിൽ വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിച്ച് ആരാധിക്കരമടിച്ച് വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വഴിയൊരുക്കുന്നവനാഴികളിൽ വലങ്കൈ പിടിച്ചെന്നെ വഴി നടത്തും. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പൊതുവഴി തുറന്നിടുമേ. വാതിലുകൾ പലതും അടഞ്ഞിടിലും വല്ലഭൻ പുതുവഴി തുറന്നിടുമേ. എനിക്കാ കരുതും യേശു നല്ലയോ ഹരി. എനിക്കാ കരുതും യേശു നല്ലയോ ഹരി. കഷ്ടങ്ങളിൽ നല്ല തുണ യേശു, കണ്ണുനീരവൻ